നിങ്ങൾ സംസാരിച്ചപ്പോൾ ഞാൻ ആരെ എതിർക്കാൻ വന്നിട്ടില്ല. അപ്പോൾ ഇവർ സപ്പോർട്ട് ചെയ്യുമോ? അതാണ് നോക്കേണ്ടത്. കാരണം പണ്ട് ഏതോ ഒരു കവി എഴുതി വെച്ചാണ്, സ്ത്രീ ദുർബലയാണ്, സ്ത്രീക്ക് മാത്രമേ കരയാൻ പറ്റുള്ളൂ, പുരുഷൻ അല്ല. സ്ത്രീയാണ് ഏറ്റവും നല്ല വിൽ പവർ, ജഡ്ജ്മെൻ്റ് എടുക്കാൻ വിൽ പവറുള്ള സ്ത്രീ തന്നെയാണ്. പുരുഷൻ എന്തുകൊണ്ട് അവർക്ക് അതേപോലെ ഇമോഷണൽ ഉണ്ട്. പക്ഷെ പുരുഷൻ്റെ ഈഗോ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അവർ കരഞ്ഞു കഴിഞ്ഞാൽ ഈ സൊസൈറ്റി അവരെ വെറും പെൺകോന്തനാക്കും. എങ്ങനെ എന്തൊരു വാചപ്രചരണം വെച്ചിട്ടുണ്ട്. അവരത് സപ്പോർട്ടാണ് ചെയ്യേണ്ടത്. അവർക്ക് ഇമോഷണൽ ഉണ്ട്. കാരണം ഇപ്പം തന്നെ സിനിമയിൽ തന്നെ നമുക്കറിയാം എത്ര പേർക്കാണ് നിരപരാധികളായ. ഇപ്പോൾ ഒരു ഫാഷനാണ്. കാരണം 4-5 പ്രാവശ്യം ഒരാളെ എങ്ങനെ 9 പ്രാവശ്യമൊക്കെ പീഡിപ്പിക്കാൻ പറ്റും? ഒന്ന് പറഞ്ഞു നോക്ക്. ഇതിപ്പോൾ ഒരു ഫാഷനാണ്. ഇവർ രണ്ടുപേരും, ഒരു പുരുഷൻ ഒരു സ്ത്രീയെ റൂമിൽ കയറ്റുകയാണെങ്കിൽ മസാല ദോശയും കുർബാനയും ചൊല്ലാനല്ലല്ലോ, കൊച്ചുകുട്ടികൾക്ക് വരെ അറിയാം അല്ലേ? അപ്പം ഇതൊക്കെ അറിഞ്ഞിട്ടും ഇതിനൊക്കെ പോയിട്ട് പിന്നെയും അവൻ്റെ കൂടെ പോയിട്ട് എന്നെ പീഡിപ്പിച്ച് രണ്ടുപേരും അതിൻ്റെ ആയിട്ടുള്ള സുഖവും സന്തോഷവും ഗിഫ്റ്റുകളെല്ലാം വാങ്ങിച്ചിട്ട് ഇപ്പം പറയാണ് ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും ഒരു പയ്യൻ ഇപ്പം പ്രശസ്തനല്ലായിരിക്കും. അവന് ചിലപ്പോൾ നാളെ ഒരു ലവ് കാണും, ചിലപ്പോൾ അവൾ വിട്ടിട്ട് പോവും, അടുത്ത പ്രാവശ്യം അവനൊരു ലവ് കാണും, എന്തെങ്കിലും കാരണം കൊണ്ട് വിട്ടു. ഒരു 7-8 വർഷം കഴിയുമ്പോൾ അവൻ സൊസൈറ്റിയിൽ വലിയൊരു പ്രശസ്തനാവുകയാണ്. അപ്പോൾ ഈ പറഞ്ഞ 10-20 വർഷം കഴിഞ്ഞവർ എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് വരും. അതാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ കാണുന്നൊരു ഫാഷൻ. ന്യായം എവിടെയുണ്ട്? അന്തസ്സുള്ള ഒരു സ്ത്രീകളും അല്ലെങ്കിൽ സെൽഫ് റെസ്പെക്റ്റ് ഉള്ള സ്ത്രീകൾക്ക് ഇവിടെ നിയമം കിട്ടുന്നില്ല എന്നാണ് ഞാൻ കാണുന്നത്. ഈ പറയുന്ന സംഭവത്തിനൊരു പുരുഷ അതാണ് പോയിന്റ്. കുർബാന ചൊല്ലാനും ഒപ്പീസ് ചൊല്ലാനും മണിയടിക്കാനും ഈ പറയുന്ന മസാല ദോശ തിന്നാനുമല്ല ഹോട്ടൽ മുറിയിലേക്ക് പോകുന്നത്. ഇതൊന്നും അറിയാത്തവരാരുമല്ല. ഷാനാസ് പറഞ്ഞതുപോലെ സെക്സ് എന്താണ്, ലൈംഗികത എന്താണ് എന്നറിയാത്തവരല്ല ഇവരാരും. അതൊക്കെ വേണ്ടുവോളം അറിയുന്നവരും വേണ്ടുവോളം ആസ്വദിച്ചവരും ഒക്കെ തന്നെയാണ്. പിന്നെ എന്താണ് പ്രശ്നം? ഈ പറഞ്ഞത് തന്നെയാണ് പ്രശ്നം. എവിടെയൊക്കെയോ ആസ്വദിച്ച് ആനന്ദിച്ച് എല്ലാം നടത്തിയിട്ട് വർഷങ്ങൾ കഴിയുമ്പോൾ അവൻ ഒരു പൊസിഷനിലെത്തുമ്പോൾ, അവനിക്ക് ജനപിന്തുണയുണ്ടാകുമ്പോൾ, അവനിക്ക് ജനസ്വീകാര്യതയുണ്ടാകുമ്പോൾ, അവനിക്ക് വലിയ സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉണ്ടാകുമ്പോൾ, സ്റ്റാർഡം ഉണ്ടാകുമ്പോൾ, 4 ആൾ സ്വീകരിക്കുന്ന അതിലേറെ നാവിൻ്റെ മൂർച്ച ആവോളം ശത്രുക്കൾ അറിയുമ്പോൾ, ആ മൂർച്ചയുടെ നാവിൻ്റെ മൂർച്ച കൊണ്ട്, വാക്കിൻ്റെ മൂർച്ച കൊണ്ട് മുറിവേറ്റ് ശത്രുക്കൾ പെടയുമ്പോൾ അവനെ അങ്ങ് വെട്ടി വീഴ്ത്തണമെന്ന് തീരുമാനിക്കുക. അതിനുവേണ്ടി കുറേ ആളുകൾ രാവും പകലും AKG സെൻറ്ററിലെടുത്ത് പണിയെടുക്കുക. അതിനുവേണ്ടി ഭാര്യയെ ഉപയോഗിച്ച് ഇതുപോലെ സാങ്കല്പിക ഇരകളെ ഉണ്ടാക്കുക, മാധ്യമപ്രവർത്തകരെ ഉപയോഗിച്ച് ഇരകളെ ഉണ്ടാക്കിയെടുക്കുക, പരാതിക്കാരെ ഉണ്ടാക്കിയെടുക്കുക, അതിന് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കുക, പരാതികളൊക്കെ AKG സെൻറ്ററിൽ ഡ്രാഫ്റ്റ് ചെയ്യുക. ഇതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ കൃത്യം. അതാണ് ഞാൻ പറഞ്ഞത്. അതാണ് പോയിന്റ്. അവിടെയാണ് ഈ കാര്യങ്ങൾ. മനസ്സിലായില്ലേ? എന്നോ ഒരു ദിവസം ഉണ്ടായ പ്രേമം, പ്രണയം, കാമം, ലൈംഗികത, സെക്സ്, ഇതിനെയൊക്കെ ബലാത്സംഗമാക്കി, പീഡനമാക്കി, അക്രമമാക്കി, ക്രൂരതയാക്കി, ലൈംഗിക വൈകൃതമാക്കി ചിത്രീകരിക്കുക. അല്ലേ? അപ്പോൾ ഇപ്പോൾ മറ്റൊരാൾ പറഞ്ഞ ഒരു വാക്കാ, സാധാരണഗതിയിൽ പെൺകുട്ടികൾ ഹോട്ടൽ മുറിയെടുക്കുന്നത് ചെറിയ ചെറിയ ആനന്ദത്തിനാ. എന്താ ഈ ചെറിയ ചെറിയ ആനന്ദം? അപ്പോൾ പറയുന്നത് കിസ്സിങ്ങും ഹഗ്ഗിങ്ങും എന്നാണ്. ഇപ്പോൾ ഈ കിസ്സിങ്ങും ഹഗ്ഗിങ്ങും റോട്ടിൽ വെച്ച് ചെയ്യുന്നുണ്ട് അല്ലേ? മാളുകളിൽ വെച്ച് ചെയ്യുന്നുണ്ട്, റെസ്റ്റോറൻറ്റുകളിൽ വെച്ച് ചെയ്യുന്നുണ്ട്, പൊതുവേദികളിൽ വെച്ച് ചെയ്യുന്നുണ്ട്. ഇത് ചെയ്യാൻ ഈ ആനന്ദത്തിന് വേണ്ടി ഹോട്ടൽ മുറിയിലേക്ക് പോകേണ്ട കാര്യമില്ലല്ലോ. അല്ലെങ്കിൽ വീട്ടിൽ വരുത്തി ചെയ്യണം, അച്ഛൻ്റെയും അമ്മയുടെയും മുന്നിൽ വെച്ച് ചെയ്യണം, സഹോദരൻ്റെയും സഹോദരിയുടെയും മുന്നിൽ വെച്ച് ചെയ്യണം ഈ കിസ്സിങ്ങും ഹഗ്ഗിങ്ങും ഒക്കെ. അപ്പോൾ അവിടെ അത് പറ്റില്ല. കാരണം അവരുടെ മുമ്പിൽ അത് കിസ്സിങ്ങിലോ ഹഗ്ഗിങ്ങിലോ അവസാനിക്കും. അതുകൊണ്ട് തന്നെ ഹോട്ടൽ മുറികളിലേക്ക് പോകണം. എന്നിട്ട് കിസ്സിങ്ങും ഹഗ്ഗിങ്ങും കഴിഞ്ഞ് അതിനപ്പുറം കടന്ന് കിടത്തവും കിടക്ക പങ്കിടലും വ്യഭിചാരവും അവിഹിതവും കഴിഞ്ഞിട്ട് ഇറങ്ങി വരണം. അവിടെയും തീരുന്നില്ല. എന്നിട്ട് വർഷങ്ങൾ കഴിയുമ്പോൾ ഇതിനെ പീഡനമാക്കണം, വർഷങ്ങൾ കഴിയുമ്പോൾ ഇതിനെ ബലാത്സംഗമാക്കണം. കൃത്യമായ ഡേറ്റും കാര്യങ്ങളും, ഭ്രൂണവും ഉപ്പിലിട്ട ഭ്രൂണവും ഒക്കെ ഉണ്ടാവും എല്ലാവരുടെയും കയ്യിൽ. കാരണം എന്താ? ഇപ്പോൾ ഇതൊരു ട്രെൻഡായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ചില ആളുകൾ ബസ്സിൽ കയറിയിട്ട് വീഡിയോ എടുക്കുക. ചില ആളുകൾ ഈ പറയുന്ന രീതിയിൽ എവിടേക്ക് പോകുന്നു?
എവിടേക്ക് പോകുന്നു? ഹോട്ടൽ മുറികളിലേക്ക് പോകുന്നു. ട്രെൻഡാണിപ്പോ, ഇതൊരു ട്രെൻഡ്. ഇപ്പോ ബസ്സിൽ കയറിയിട്ട് പലരും വീഡിയോ എടുത്തു, പലരും ബ്രസ്റ്റിൽ കയറി പിടിച്ചു, മുലയിൽ പിടിച്ചു, ചന്തിയിൽ പിടിച്ചു, കുണ്ടിയിൽ പിടിച്ചു എന്നൊക്കെ പറഞ്ഞ് പലരും വീഡിയോ ഇട്ടു. അവസാനം ദീപക് എന്ന് പറയുന്ന ഒരു യുവാവ് ജീവനൊടുക്കി, അല്ലേ? ഇപ്പൊ ഞാൻ ചോദിക്കുന്നു, ഇപ്പൊ രാഹുൽ മാങ്കൂട്ടം ഹോട്ടൽ മുറിയിൽ അന്ന് അങ്ങനെ ചെയ്തു. എപ്പോ? 2020, 2024, 2023, 2019, 2021 എന്നൊക്കെ പറയുന്ന ആളുകൾ ഇപ്പൊ രാഹുൽ മാങ്കൂട്ടം ഒന്ന് ഈ ഒരു ആരോപണം വന്ന ഉടനെ രാഹുൽ മാങ്കൂട്ടം എങ്ങാനും അയാളത് ചെയ്യില്ല, പക്ഷേ ഞാനൊരു ഒരു ഇമാജിനേഷൻ്റെ പുറത്ത് പറയുക, അയാൾ എങ്ങാനും ആത്മഹത്യ ചെയ്തിരുന്നെങ്കിൽ, ദീപകിൻ്റെ വീഡിയോ ഇട്ടപ്പോൾ ആത്മഹത്യ ചെയ്തപ്പോൾ ഈ സമൂഹം ഒന്നടങ്കം ആ സ്ത്രീക്കെതിരെ നിന്നു, അല്ലേ? അതിനു മുമ്പ് പലരും ബസ്സിലെ വീഡിയോ ഇട്ടപ്പോൾ എല്ലാവരും സ്ത്രീയോടൊപ്പം നിന്നു. ദീപക് ആത്മഹത്യ ചെയ്തപ്പോൾ എല്ലാവരും ആ സ്ത്രീക്കെതിരെ നിന്നു. ദീപക്കിനെതിരെയുള്ള വീഡിയോ വന്ന് ഒരു ദിവസം അല്ലെങ്കിൽ 1.5 ദിവസം കഴിയുമ്പോഴാണ് ദീപക് ആത്മഹത്യ ചെയ്യുന്നത്. ആ 1.5 ദിവസവും ഈ പറയുന്ന സ്ത്രീയോടൊപ്പമായിരുന്നു ആളുകൾ. ദീപക് ആത്മഹത്യ ചെയ്തപ്പോൾ നേരെ ഫ്ലൈറ്റ് മാറ്റി. രാഹുൽ മാങ്കൂട്ടമായിരുന്നു ഇത് ചെയ്തതെങ്കിൽ അപ്പൊ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഇവിടെ മറ്റൊരു കാര്യം കൂടി, ഈ ബസ്സിൽ വീഡിയോ എടുത്ത സ്ത്രീകളുണ്ടല്ലോ, അവർക്കൊക്കെ എന്തായിരുന്നു വേണ്ടത്? വൈറലാവണം, സോഷ്യൽ മീഡിയകളിൽ റീച്ച് ഉണ്ടാക്കണം, വ്യൂവർഷിപ്പ് കൂട്ടണം. എല്ലാവരും ഇതിനു വേണ്ടി ചെയ്തതല്ലേ, അല്ലേ? അതേ ലക്ഷ്യം അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് അത് മാത്രം. ഷഹനാസിനെ പോലെയുള്ളവർ തുറന്നു പറയുന്നു, എങ്ങനെയെങ്കിലും 4 ആൾ അറിയണം, അതിന് ഒരുത്തനെ കരിവാക്കുക, പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തുവാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക. ഇതല്ലേ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏതോ ഒരു പോയിന്റിൽ എവിടെയോ വെച്ച് ആ പ്രണയബന്ധം തകരുമ്പോൾ, അതല്ലെങ്കിൽ അത് പരാജയപ്പെടുമ്പോൾ, സുപ്രീം കോടതി പറഞ്ഞതുപോലെ ഫെയിൽഡ് ഓർ ബ്രോക്കൺ റിലേഷൻഷിപ്സ് ആർ ഗിവൺ ദ കളർ ഓഫ് ക്രിമിനാലിറ്റി. നമ്മൾ ആ ക്രിമിനാലിറ്റീൻ്റെ അപ്പുറം ആൻഡ് ദ കളർ ഓഫ് ക്രിമിനാലിറ്റി ആൻഡ് ക്രൂവാലിറ്റി എന്ന് കൂടി നമ്മൾ എഴുതി ചേർക്കണം. കാരണം എന്താ? പറയുന്നവരൊക്കെ രാഹുൽ വളരെ ക്രൂരനാണ്, അയാൾ വലിയ ക്രൂര സ്വഭാവമുള്ളവനാണ്, ലൈംഗിക വൈകൃതമുള്ളവനാണ്. ആരാണ് പറയുന്നത്? രാഹുൽ മാങ്കൂട്ടത്തിനെ റൂമെടുത്ത് കാത്തിരുന്നവര്. 1 അല്ല 2 അല്ല 3 അല്ല 4 അല്ല 5 അല്ല 6 അല്ല 7 അല്ല 8 അല്ല 9 അല്ല, അങ്ങനെ പല തവണകൾ ഹോട്ടൽ മുറിയെടുത്ത് രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി കിടക്ക വിരിച്ച് കാത്തിരുന്നവർ പറയുന്നു അയാൾ ക്രൂരനാണെന്ന്. ഈ ക്രൂരത എങ്ങനെയാണ് ഇങ്ങനെ ആവർത്തിക്കപ്പെടുന്നത്? ഇപ്പം ഇവരെ ആരെയും രാഹുൽ മാങ്കൂട്ടം തട്ടിക്കൊണ്ടുപോയി കൈകാലുകൾ ബന്ധിച്ച് വാ മൂടിക്കെട്ടി ഒരു ഓംനി വേലിൽ വന്ന് ആ വലിച്ചു കയറ്റി എവിടെയെങ്കിലും കൊണ്ടുപോയി വല്ല ഗോഡൌണിലോ വല്ല റിസോർട്ടിലോ അല്ലെങ്കിൽ ഏതെങ്കിലും അബാൻഡനായിട്ടുള്ള ഏതെങ്കിലും ഫ്ലാറ്റുകളിലോ വീടുകളിലോ കൊണ്ടുപോയി പീഡിപ്പിച്ചതല്ല. ഈ ലോകത്ത്, നമ്മുടെ രാജ്യത്ത്, കേരളത്തിൽ തുറന്നു വെച്ചിരി പ്രവർത്തിക്കുന്ന ഹോട്ടൽ മുറികളിൽ രജിസ്റ്ററിൽ അഡ്രസ്സും പേരും ഒപ്പും അതോടൊപ്പം തിരിച്ചറിയൽ രേഖകളും സബ്മിറ്റ് ചെയ്ത് ഹോട്ടൽ മുറിക്ക് അഡ്വാൻസും നൽകി ആ ഹോട്ടൽ മുറികളിൽ രാഹുലിന് വേണ്ടി കിടക്ക വിരിച്ച് കാത്തിരുന്നവർ പറയുന്നു രാഹുൽ ക്രൂരനാണെന്ന്, അയാൾക്ക് ലൈംഗിക വൈകൃതമാണെന്ന്, അയാളെ ഡോക്ടറെ കാണിക്കണമെന്ന്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, എവിടേക്കാണിത് പോകുന്നത്? വളരെ കൃത്യമല്ലേ? പറയുന്നവര്, പരാതിയില്ലെന്ന് പറഞ്ഞ് ഉറഞ്ഞു തുള്ളുന്നവരും, പരാതിയിൽ പറയുന്ന ആളുകളും പരാതി എഴുതി നൽകുന്ന ആളുകളും ഒക്കെ യൂസ് ചെയ്യുന്നത് ഒരേ വാക്കുകൾ, ഒരേ സെന്റൻസുകൾ. എവിടെ നിന്ന് കിട്ടി? ആരും പറഞ്ഞ് പഠിപ്പിച്ചതല്ലെന്ന് നമുക്ക് പറയാൻ കഴിയോ? ഒരിക്കലും കഴിയില്ലല്ലോ. കാരണം എന്താ? ഒരേ സെന്റൻസുകൾ, ഒരേ വാക്കുകൾ എല്ലാവരും ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാ. ആർക്കും പരാതികളില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി വന്നിരിക്കുന്നത് 3 പരാതി. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണം ഉന്നയിച്ചിരിക്കുന്നവര് യാതൊരു തെളിവുകളുമില്ലാതെ, പരാതിക്കാരിക്ക് പോലും തെളിവുകളില്ല. ഏത് കോടതിയിലേക്ക്, ഈ രാജ്യത്തിന് ജുഡീഷ്യറിയുടെ മുമ്പിലേക്ക്, ഈ രാജ്യത്തിന്റെ നിയമ സംവിധാനത്തിന് മുമ്പിലേക്ക് പരാതിയുമായി ചെന്ന പരാതിക്കാരിക്ക് പോലും എന്തില്ല?
തെളിവുകളില്ല. കോടതി ചോദിക്കുക, എവിടെ എവിടെ മെറ്റീരിയൽ എവിഡൻസുകൾ കാണുന്നില്ലല്ലോ. നിങ്ങൾ തന്ന എവിഡൻസുകളിൽ ബലാത്സംഗം കാണുന്നില്ല, പീഡനം കാണുന്നില്ല, ക്രൂരത കാണുന്നില്ല, സാമ്പത്തിക ചൂഷണം കാണുന്നില്ല, ഒന്നും കാണുന്നില്ലെന്ന് കോടതി പറയുമ്പോൾ ആരോപണം ഉന്നയിക്കുന്നവരോട് ചോദിക്കുക, തെളിവുണ്ടോ, രാഹുലിന്റെ വെല്ലുവിളി ഏറ്റെടുക്കാനുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എന്താ പറയണേ? എനിക്കറിയില്ല, എനിക്ക് ഓർമ്മയില്ല, എൻ്റെ കയ്യിൽ തെളിവുകളില്ല, എനിക്ക് വലുതായിട്ടൊന്നും ഉണ്ടായിട്ടില്ല. എന്താണ് ഈ വലുതും ചെറുതും? എങ്ങനെയാണ് വലുതും ചെറുതും കണക്കാക്കുന്നത്? ഇനി മറ്റൊരു കാര്യം കൂടി, ഈ പറയുന്ന ആളുകളൊക്കെ പരാതി നൽകിയവര്, ആരോപണം ഉന്നയിച്ചവര്, വാർത്താ സമ്മേളനം നടത്തിയവര്, ഫേസ്ബുക്കിൽ കുറിപ്പെഴുതിയവര്, സോഷ്യൽ മീഡിയകളിൽ കുറിപ്പെഴുതിയവര്, വീഡിയോ പങ്കുവെച്ചവര്, രാഹുലിനെതിരെ ഈ നീക്കങ്ങളൊക്കെ നടത്തിയ ആളുകൾ എല്ലാവരും പറയുന്നത് എന്താ? ഞങ്ങൾക്ക് 5 വർഷം മുമ്പ്, അല്ലെങ്കിൽ 6 വർഷം മുമ്പ്, അല്ലെങ്കിൽ കണ്ട കാഴ്ചയിൽ പരിചയപ്പെട്ട് വിത്തിൻ 24 hours, അല്ലെങ്കിൽ ആദ്യ കൂടിക്കാഴ്ചയിൽ എല്ലാവർക്കും ദുരനുഭവം ഉണ്ടാവുന്നത് വെരി ഫസ്റ്റ് സമയമാണ്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഇവരൊക്കെ എന്താ ചെയ്യുന്നത്? രാഹുൽ മാങ്കൂട്ടവുമായിട്ടുള്ള ബന്ധം തുടർന്നു കൊണ്ടേയിരിക്കുക. അങ്ങനെയുണ്ട്. ഈ പറയുന്ന പീഡനത്തിന്, ക്രൂരതയ്ക്ക്, മർദ്ദനത്തിന്, ലൈംഗിക വൈകൃതത്തിന് എല്ലാം രാഹുലിനെ വിളിച്ചു വരുത്തി ഇതിനൊക്കെ നിന്നു കൊടുക്കുക. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, എങ്ങനെയാണ് ഇവിടെ പീഡനം ഉണ്ടാവുന്നത്? മനസ്സിലാവുന്നുണ്ടോ? എങ്ങനെയാണ് ഇവിടെ ബലാത്സംഗം ഉണ്ടാകുന്നത്? അല്ലേ? ഇത് നമ്മൾ ഈ പറയുന്ന മനുഷ്യരുടെ മനസ്സ് എന്തിൻ്റെയൊക്കെയോ പുറകിൽ ഒരു ബന്ധം ആരൊക്കെയോ അറിയാണ്. ഇവർ രണ്ടുപേര് തമ്മിൽ ബന്ധം ഉണ്ടായിരുന്നു, അപ്പോൾ അവനെ വെട്ടി വീഴ്ത്തണം. അതിന് പല ലക്ഷ്യങ്ങളുണ്ട്, പല കാരണങ്ങളുണ്ട്. അപ്പോൾ അവനെ വെട്ടി വീഴ്ത്താൻ വേണ്ടിയിട്ട് ഇവളെ സമീപിക്കുക. അപ്പോൾ അവളോട് പറയാ, നിങ്ങൾ 2020, 2016 ഒക്കെ നിങ്ങൾ ബന്ധം ഉണ്ടായിരുന്നല്ലോ, അത് പീഡനാക്കാൻ പറ്റുമോ? അപ്പോൾ തിരിച്ചു ചോദിക്കുന്നത് എന്താ? എത്ര തരും? ഓഫറുകൾ ബാർഗെയിൻ ചെയ്യുകയാണ്, ലക്ഷങ്ങൾ കോടികളിലേക്ക് മറിയുകയാണ്. ഉടനടി ബലാത്സംഗ പരാതിയിൽ ഒപ്പിട്ട് കൊടുക്കുക. കാരണം എന്താ? ഈ പണവുമായി വന്നവൻ ആദ്യമേ ഒരു പരാതി ഡ്രാഫ്റ്റ് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. അതിലൊരു ഒപ്പ്, ഒരു സൈനിൻ്റെ മാത്രം കുറവുണ്ടായിരുന്നുള്ളൂ. യെസ്, കംപ്ലീറ്റഡ്, പണം കൈമാറുന്നു. അടുത്ത നിമിഷം വർഷങ്ങൾക്ക് മുമ്പുണ്ടായ ബന്ധം, പ്രണയം, കാമം, ലൈംഗികത ഒക്കെ ഒരു സെക്കൻഡ് കൊണ്ട് പീഡനമാകുന്നു, ബലാത്സംഗമാകുന്നു, ക്രൂരതയാകുന്നു. ആലോചിച്ച് നോക്ക്. പുരുഷന് ഇതെവിടെയെങ്കിലും പറഞ്ഞ് കരയാൻ പറ്റുമോ? ഒരു ബ്രേക്കപ്പ് ഉണ്ടായി കഴിഞ്ഞാൽ അവൻ മാനസികമായി തകരും. തകർന്നാലും അവനെന്ത് പറയും? പോട്ടടാ പുല്ല് എന്ന് പറയും. അപ്പം എന്താക്കും? ഇനി അതല്ല, തേച്ചിട്ട് പോകുന്നത് പുരുഷനാണെങ്കിൽ മറ്റവൾ ഉടനടി പരാതിയുമായിട്ട് പോലീസിന് മുമ്പിലേക്ക്. കാരണം എന്താ? അവൾക്ക് തന്നെ തോന്നുക, എനിക്കാണ് നഷ്ടങ്ങൾ അത്രയും ഉണ്ടായത്. ആ നഷ്ടങ്ങൾ ഉണ്ടായത് തനിക്കാണെന്ന തോന്നലിൽ അവൾ പരാതിക്ക് പോവുക. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ഈ തുല്യത എന്ന് പറയുന്നത് അത് ഒരിക്കലും സംഭവ്യമല്ല എന്നുള്ളതാണ് അതിൻ്റെ മർമ്മപ്രധാനമായ കാര്യം. എന്തുകൊണ്ട്? ഓഫ് കോഴ്സ് അതിന് എന്ത് കാര്യത്തിലാണെങ്കിലും 2 ഭാഗമുണ്ടായാൽ ഒരാൾക്ക് ലാഭമുണ്ടാകും, ഒരാൾക്ക് നഷ്ടമുണ്ടാകും. നീ മറ്റാൾക്ക് ലാഭമുണ്ടായിട്ടില്ലെങ്കിലും ഒരാൾക്ക് നഷ്ടമുണ്ടാകും. ആ നഷ്ടം ഇത്തരം റിലേഷനുകളിൽ ഓഫ് കോഴ്സ് സ്ത്രീക്കായിരിക്കും എന്നുള്ളതാണ്. അത് സ്ത്രീ തന്നെ തിരിച്ചറിയുന്നുണ്ട്. ആ നഷ്ടമുള്ളത് കൊണ്ടാണ് ചിലപ്പോൾ ചില ബ്രേക്കപ്പുകൾ അത് ബലാത്സംഗമായി, പീഡനമായി, പരാതികളായി മാറുന്നത്. തുല്യത ഉണ്ടാക്കാൻ കഴിയുമോ ആരെ കൊണ്ടെങ്കിലും? ഒരുത്തനെ കൊണ്ടും കഴിയില്ല. കാരണം എന്താ? നേച്ചർ അങ്ങനെയാ. നഷ്ടങ്ങൾ പലപ്പോഴും എല്ലായിടത്തുമുണ്ട്. ആണും പെണ്ണും തമ്മിലുള്ള ബന്ധങ്ങളിൽ ഉണ്ടാവുന്ന നഷ്ടങ്ങൾ ഓഫ് കോഴ്സ് എപ്പോഴും ഈ പറയുന്ന സ്ത്രീക്കായിരിക്കും അതിൻ്റെ മെജോറിറ്റിയും. അല്ലാതെയും സംഭവിക്കാറുണ്ട് കേട്ടോ. മനസ്സിലായില്ലേ? അപ്പോൾ ഈ പറയുന്ന രീതിയിൽ ബന്ധങ്ങളെ പീഡനങ്ങളാക്കി മാറ്റിയിട്ട് ഇവിടെ എന്താ ഇതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്താ സംഭവിക്കുന്നത്? യഥാർത്ഥത്തിൽ ഒരു അതിജീവിത വന്നു കഴിഞ്ഞാൽ, ഒരു സത്യസന്ധമായ പരാതി വന്നു കഴിഞ്ഞാൽ പിന്നെ അതിനെപ്പോലും നോക്കിക്കാണുന്നത് ഈ വ്യാജ പരാതികൾ, ട്രെൻഡിൻ്റെ പുറകെയുള്ള പരാതികളായിട്ടാണ് പിന്നെ സമൂഹം തന്നെ നോക്കിക്കാണുക. ആരാ ഇതിനൊക്കെ വഴിവെക്കുന്നത്?
ഇത്തരം പല പ്രലോഭനങ്ങളിലും വീണ് അവനെ രാഷ്ട്രീയമായി ഇല്ലാതെയാക്കണം. കാരണം എന്താ, അവൻ അത്രമാത്രം വളർന്നു കഴിഞ്ഞുന്നേ. ഒരു 35 വയസ്സുകാരൻ, അയാളെ പ്രായത്തേക്കാൾ അധികം വലിയ വളർച്ച, എസ്പെഷ്യലി അത് രാഷ്ട്രീയ മേഖലയിൽ, ബിസിനസ് രംഗത്തല്ല.